ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഫ്രഷേഴ്സ് ഡേ കുറിച്ച് പറയാം. രാവിലെ തന്നെ ഞങ്ങൾ കടയിൽ പോയി കുറച്ച് പെയിൻ്റൊക്കെ മേടിക്കാനായിട്ട്. പക്ഷേ ഞാൻ തപ്പി നടന്നത് വേറെ സാധനം കാണാനായിരുന്നു. അതിനുശേഷം വന്ന് കുറച്ച് ഫേസ് പെയിൻ്റൊക്കെ ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത ഡിസൈൻസ് ആൻഡ് മോഡൽസ് മൈ ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ ക്ലാസ് നിന്നിട്ട് കുറേ മറുകൊക്കെ നോക്കി. ഞങ്ങൾക്കെല്ലാം സെയിം മറുക ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കി. ശേഷം നമ്മുടെ ഗസ്റ്റ് വന്നു, മിയ ജോർജ് ആൻഡ് ബാബു അബ്രഹാം, നെയ്ത്തുകാരൻ. അതെല്ലാം നല്ല പ്രസൻസ്, നല്ല ഇൻട്രാക്റ്റീവ് സെക്ഷൻസ്, ഭയങ്കര ഫണ്ണായിരുന്നു. അത് ഞങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളുടെ ഡിസ്നി തീമിന് വേണ്ടി ഒരുങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേ പോലെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം സെറ്റ് ചെയ്തിരുന്നത്. ആദ്യം തന്നെ ഒരു കയ്യിലൊരു എഴുത്തൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ ഫുൾ ഡിസ്നി തീമായിരുന്നു. അതായിരുന്നു പ്രോഗ്രാം വെന്യൂ. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ പാട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൊറർ ഫിലിം കാണാനായിട്ടായിരുന്നു. നമ്മൾ പ്രേതപ്പടം കാണാൻ പോവാ ഫ്രഷേഴ്സ് പാർട്ടിയോടനുബന്ധിച്ച് രാത്രി 12 മണിക്ക്. പക്ഷെ അത് ഹൊറർ ഫിലിം ഒന്നും അല്ലായിരുന്നു. അത് ജസ്റ്റ് ഒരു ത്രില്ലർ പടമായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം എന്നിട്ട് ഞങ്ങൾക്ക് ബോറടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ക്ലാസ്സിൽ പോയപ്പോൾ തന്നെ അവിടെ ബെഞ്ചും ഡെസ്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കുറേ നേരം ചീട്ട് കളിച്ചു, വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോയി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി. പക്ഷെ കിടന്നിട്ട് ഞങ്ങൾ ഉറങ്ങിയില്ല. പിന്നെയും നെറ്റിട്ട് ഇമ്പോസ്റ്റർ കളിച്ചു. ഞാൻ തന്നെ കുറേ തവണ ഇമ്പോസ്റ്റർ ആയി. പിന്നെ ഞങ്ങൾ അത് നിർത്തി കോളേജിൽ കൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അതൊരു നൈസ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഉറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ ഫ്രഷേഴ്സ് ഒരു 12 ആയപ്പോൾ തീർന്നില്ല. ഞങ്ങൾ പിന്നെ വർത്താനം പറഞ്ഞ് ഗെയിമൊക്കെ കളിച്ചിരുന്നു. 3 മണിയായി, ഉറങ്ങിയിട്ടില്ല. അതായത് ഞങ്ങളുടെ കോളേജിൻ്റെ നൈറ്റ് വ്യൂ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ തിരിച്ചു വന്നൊരു 4 മണിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ട് 5 മണിക്ക് എണ്ണീറ്റ് വീണ്ടും ഹോസ്റ്റലിലേക്ക് പോയി. ഈ കോളേജിൽ വന്നിട്ടുള്ള ആദ്യത്തെ പരിപാടിയാണെങ്കിൽ പോലും അത് നല്ല മെമ്മറബിൾ ആയിരുന്നു.